ഹലോ, രാവിലെ എല്ലാവരും സ്കൂളിലൊക്കെ പോയി. അങ്ങനെ ഇനി ചോറിനുള്ള അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അരി അങ്ങ് കഴുകി ഇടാന്ന് വെച്ചു. രാവിലെ അവർക്ക് കൊണ്ടുപോകാനായിട്ട് കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അവരതൊക്കെ കൊണ്ടുപോയി. കുറേ അധികം ദിവസമായി ലോങ് വീഡിയോ എടുത്തിട്ട് അപ്പൊ ഇന്നൊന്ന് ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു വന്നതാട്ടോ. അരിയൊക്കെ കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ തിളയ്ക്കാറായിട്ടുണ്ട്. അരി ഇന്ന് ഇടാന്ന് വിചാരിച്ചു. ഇനി കുറേ തുണികളൊക്കെ വാഷിംഗ് പൗഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴുകിയിടണം. പുറത്ത് അടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊന്ന് പോകണം. പുറത്തൊരു വിറകടുപ്പ് ഇരിപ്പുണ്ട്. അപ്പോൾ ആരും അത് ഉപയോഗിക്കാതെ ഇരിക്കുമായിരുന്നു. അപ്പം പിന്നെ വെള്ളമൊക്കെ തിളപ്പിച്ചെടുക്കാൻ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ച് അതിലോട്ട് കുളിക്കാനും ഒക്കെ വെള്ളം തിളപ്പിക്കുന്ന വിധത്തിലാണ്. ബാക്കിയെല്ലാം നമ്മൾ സ്റ്റൗവിലങ്ങ് ചെയ്യും. അരിയൊക്കെ ഇട്ട് കഴിഞ്ഞു. അവിടെ നിന്ന് തിളച്ച് വരട്ടെ. നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാം. രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ട് സിങ്കിൽ കിടപ്പുണ്ടായിരുന്നു. ഞാനിങ്ങനെ എനിക്കൊരു ശീലമില്ല. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റുകയാണ് പതിവ്. ഇന്ന് പക്ഷെ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു. ഒന്ന് കഴുകിയെടുക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിട്ടു. ഒരാൾ കൊണ്ടുപോയി, ഒരാൾ കഴിച്ചിട്ട് പോയി. എനിക്ക് കുറച്ച് ഓട്സ് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി അതുണ്ടാക്കി എടുക്കണം. അങ്ങനെ സിങ്കിൽ കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട്, അരി തിളച്ചിട്ടുണ്ട്. തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ പോകുന്നു. കുറച്ച് ഓട്സ് പുട്ടുണ്ടാക്കാനായിട്ട് ഓട്സ് എടുക്കാം. ഒരാൾക്ക് മതി കേട്ടോ, എനിക്ക് മാത്രം മതി, വേറെ ആർക്കും വേണ്ട. അതുകൊണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ. ഓട്സ് പുട്ടിൻ്റെ റെസിപ്പി മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ. ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമായിപ്പോയാൽ ഇത് നമ്മൾ പൊടിക്കുമ്പോൾ കുഴഞ്ഞു പോകും. പിന്നെ നന്നായിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. ഇത് മതി. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. എൻ്റെ ഓട്സ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓട്സ് പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. അല്ലാതെ പൊടിച്ചിട്ട് നനച്ചെടുക്കുന്നവരും ഉണ്ട്. പക്ഷെ അതെനിക്ക് ഇതുവരെ ശരിയായിട്ട് തോന്നിയിട്ടില്ല. പൊടി കൂടുതൽ കുഴഞ്ഞു പോകുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതാണ് ഈസിയാണ്. അങ്ങനെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒന്ന് നനച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ പുട്ടുപൊടി കോരി വെക്കാം. നമ്മുടെ പാത്രം ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി പുട്ടുപൊടി നമുക്ക് കോരി വെക്കാം. പുട്ടുപൊടി കോരി വെച്ചിട്ടുണ്ട്. വെച്ച് കൊടുക്കാം. നിറച്ചൊന്നുമില്ല കേട്ടോ.
പുട്ടിനാവി വന്നിട്ടുണ്ട്. എടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ അടപ്പ് ഇത്തിരി തറയിൽ വീണ് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കാനേ പറ്റത്തുള്ളൂ. പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു റോബസ്റ്റ പഴവും കൂട്ടി ഞാൻ പുട്ട് കഴിച്ചിട്ട് ഓടി വരാം കേട്ടോ. ഉച്ചയ്ക്ക് നല്ല ചാള കറി വെച്ചിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. കുക്കറിലിരിക്കുന്നത് കുറച്ച് അവിയൽ വെക്കാനായിട്ട് വിസിലടിച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ കുക്കറിലാണ് സാധാരണയായിട്ട് അവിയൽ വെക്കാറുള്ളത്. കുറച്ച് ചാള വറുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നു. കുറച്ച് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. മോന് വേണ്ടി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് തൂക്കലും തുടയ്ക്കലും പിന്നെ അലക്കലും എല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. കുറച്ച് മീൻ തോരൻ ഇന്നലത്തെ ഇവിടെ ഇരുന്നതാണ്. ഞാനത് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചൊന്ന് ആവി കയറ്റി എടുത്തതാണ്. മീനൊക്കെ ഒരു സൈഡും പൊരിഞ്ഞ് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉച്ചക്കുള്ള കറിയെല്ലാം റെഡിയായി. മീൻ ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. പിന്നെ അവിയൽ, നമ്മുടെ മുളകിട്ട കറി, മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സമയം കഴിക്കാറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. 12 മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.